ഈ കാരണം ആൾക്കാരുടെ ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കുറേ കാലമായിട്ടോ ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 8 മാസമായി. അപ്പോൾ കാക്കൂനൊരു സർപ്രൈസ് ആയിട്ടാട്ടോ ഇന്നത്തെ വീഡിയോ. കാക്കൂനെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആവും. ഞാൻ രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് കാക്കു ചെയ്യുമ്പോൾ നല്ല ഉറക്കിലാണ്. ആ സമയത്ത് ഞാനൊരു പ്രഗ്നൻസി കാർഡ് മേടിച്ചിട്ടുണ്ടായിനി. അപ്പോൾ എനിക്ക് ഒരു കഴിഞ്ഞ ലാസ്റ്റ് വീക്കായിട്ട് കുറച്ച് ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ 2-3 ഡേറ്റ് പീരിയഡ്സ് ആയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാനൊരു കാർഡ് വാങ്ങിയിട്ട് കാക്കും ചെയ്യുമ്പോഴും ഒന്നും അറിയാതെ ചെക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് പോസിറ്റീവ് ആവുമോ നെഗറ്റീവ് ആവുമോ ഒന്നും അറിയില്ല. എന്നാലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാക്കുനോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, പീരിയഡ്സ് ആയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് യൂറിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇവിടെ UAE കാർഡ് വരുന്നത്. ഇതിൽ ഡിപ്പ് ചെയ്യലാണ്. അപ്പോൾ എനിക്ക് ഒരു ഉറപ്പുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് 2 ദിവസമേ പീരിയഡ്സ് തെറ്റിയിട്ടുള്ളൂ. എന്നാലും എനിക്ക് ആഗ്രഹം ഉണ്ടായിനി. കാരണം സിയമോക്ക് ഏകദേശം 3.5 years ഒക്കെ ആയല്ലോ. അപ്പോൾ ഒരു ബേബി വേണമെന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിനി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് കാർഡ് നോക്കുകയാണ്. അപ്പോൾ നോക്കുന്ന സമയത്തും ഇങ്ങനെ ഇതിലുണ്ട് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്നൊക്കെ. പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ഒറ്റ ലൈനേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അവരൊക്കെ ഏർലി മോർണിംഗ് ആട്ടോ. അപ്പോൾ ഞാൻ അവരൊക്കെ ഉറങ്ങുകയാണ്. ആ സമയത്ത് ഞാനിത് ഇവിടെ തന്നെ വെച്ചിട്ട് ബാത്റൂമിൽ തന്നെ ഈ ഒരു കാർഡ് വെച്ചിട്ട് ഞാനും പോയി കിടന്നിട്ടുണ്ടേനിട്ടാ. പിന്നെ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ എന്നുള്ളൊരു സമാധാനം കിട്ടാത്തതുകൊണ്ട് വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊരു ലൈന് കണ്ടിട്ടാ. പിന്നെ ആ ഒരു ലൈനിൻ്റെ കട്ടി കൂടി വരും ചെയ്തിട്ടാ. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കട്ടിയുള്ള ലൈന് വന്ന് അൽഹംദുലില്ലാ മാഷാ അല്ലാ പോസിറ്റീവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ 8 മന്ത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. ഇത് 8 മാസം മുന്നേ എനിക്ക് വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നൊന്നും വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം സാറ്റർഡേ ആണ്. അപ്പോൾ കാക്കു ഈവനിങ്ങിൽ വരുന്ന സമയത്ത് കാക്കു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കാക്കുവിന് ചെറിയൊരു സർപ്രൈസ് പോലെ കൊടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ട്. അതിൽ കുറച്ച് മിഠായിയൊക്കെ ഇട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ ഈ ഒരു കാർഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാത്രി കാക്കുവിൻ്റെ ഒരു ദൽമ മാളിൽ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഡിന്നറിന് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ സർപ്രൈസ് കൊടുക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. ഈവനിങ്ങിൽ ഒരു 8 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാനും കാക്കും സിയമോളും കൂടെ ദൽമ മാളിൽ പോയിട്ടുണ്ടേനി. അവിടെ ബുർഷ കബാബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കബാബും ഒക്കെ ഉള്ള ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഇവിടുന്ന് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാക്കുവിനോട് ഈ ഒരു ഹാമ്പർ കൊടുക്കുകയാണ്. സംഭവം പറയും ഒരു മിഠായി എന്നാ ചെയ്യാമോ കൊടുത്താളേ. ഈ കാരണം ആൾക്കാരുടെ മനസ്സിലായില്ലതാണ്. എൻ്റെ ഓരോ ചെല്ലാൻ എന്നോട് ഇന്നലെ ഞാനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. എന്താണ് ഞാൻ ചോദിച്ചത്? ഇത് അത് ഒരു ഇതാണ് മറ്റേ പപ്പത്തിന് ഡ്യൂട്ടി കൊണ്ടുപോകുമ്പോൾ കാണാം. ഒരു ഡ്യൂട്ടി ഉണ്ടാക്കിയിട്ട് സാധനം മുട്ടായി ഉണ്ടോ?
എനിക്കൊന്നും പറയാനില്ല, ഒന്നും പറയാനൊന്നുമില്ല. അതാ ഇതാ ഇതാ ഇത് കഴിച്ചാ കരയാൻ ഞാൻ എക്സ്പെക്ട് ചെയ്യാതിരിക്കുമ്പോഴല്ലേ ഞാൻ കരയേണ്ടി. ഞാൻ ഹാപ്പി ആയോ? പിന്നെ എത്രക്ക് ഹാപ്പി ആയി? നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ലേ, കാക്കുവിന് ചെറുതായിട്ട് ഡൗട്ടൊക്കെ ഉണ്ടേനിന്നാണ് കേട്ടോ കാക്കു പറഞ്ഞത്. പിന്നെ ഫുഡായിട്ട് ഇതാ സൂപ്പ് ഉണ്ട്, പിന്നെ സാലഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മെയിൻ ഐറ്റം ഈ ഒരു ഇഷ്കന്ദർ കബാബാണ് കേട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് കഴിക്കലുണ്ട് കേട്ടോ. ബീഫിൻ്റെ ഒരു ഐറ്റമാണ്. ഇപ്പോൾ എനിക്ക് 8 മാസമായി. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത് കേട്ടോ. ഞാൻ ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ ലീവിന് വന്നതാണ്. ഈ ബാക്കിയുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ അറിയിക്കാം. അതുവരേക്കും ബൈ ബൈ.